തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെതിരെ ഉയർന്ന അതിരൂക്ഷമായ വിമർശനം വെറുമൊരു തുടക്കം മാത്രമാണോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത് AKG സെന്ററിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. നിയമസഭ തുടങ്ങിയാൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം നിലവിൽ വരൂ. അതുകൊണ്ട് തന്നെ സാങ്കേതിക അർത്ഥത്തിൽ രാജിവെക്കാതെ തന്നെ പിണറായിക്ക് പദവി ഒഴിയാം. മുഖ്യമന്ത്രിയാകാനാണ് പ്രായപരിധിയിൽ ഇളവ് നൽകിയത്, അല്ലാതെ തോറ്റമ്പിയ ശേഷം പ്രതിപക്ഷ നേതാവായി വാഴാനല്ല എന്ന പത്തനംതിട്ടയിലെ നേതാക്കളുടെ പരിഹാസം പിണറായി വിജയൻ എന്ന ബിംബം പാർട്ടിക്കുള്ളിൽ തകർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രായപരിധി നിബന്ധനകൾ കാറ്റിൽ പറത്തി മൂന്നാം ഊഴത്തിനായി ഇറങ്ങി തിരിച്ച പിണറായിക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടി ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാകണമെന്നാണ് അണികളുടെയും താഴെത്തട്ടിലുള്ള നേതാക്കളുടെയും പക്ഷം. ഈ വികാരം വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുമെന്ന ഭീതിയിലാണ് സംസ്ഥാന നേതൃത്വം. സംസ്ഥാന സമിതി തീരുമാനത്തിനെതിരെ ഒരു ജില്ലാ ഘടകം ഇത്ര പരസ്യമായി രംഗത്ത് വരുന്നത് സിപിഎമ്മിന്റെ ചരിത്രത്തിൽ അപൂർവമാണ്. പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടാൻ ആരും ധൈര്യപ്പെടാതിരുന്ന കാലം മാറിക്കഴിഞ്ഞു. പാർട്ടിയിൽ ഒരു ശുദ്ധികലശം അനിവാര്യമാണെന്നും അത് പിണറായിയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും പത്തനംതിട്ട അടിവരയിടുന്നു. പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത്. പത്തനംതിട്ടയിലെ ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണെന്നും വടക്കൻ കേരളത്തിലെ CPM കോട്ടകളിലും സമാനമായ അമർഷം പുകയുന്നുണ്ടെന്നുമാണ് വിവരം. പിണറായി വിജയൻ രാജിവെച്ചൊഴിയുന്നതിലൂടെ മാത്രമേ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയൂ എന്ന നിലപാടിലേക്ക് കൂടുതൽ ജില്ലാ ഘടകങ്ങൾ നീങ്ങിയാൽ CPM-ൽ വലിയൊരു വിപ്ലവം തന്നെ സംഭവിക്കും. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോകുന്നത്. 10 വർഷത്തെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കും താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും അന്യമായിരുന്നുവെന്ന പത്തനംതിട്ടയിലെ വിമർശനം പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ ഗർവവും പാർട്ടി അണികളോടുള്ള അവഗണനയുമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് നേതാക്കൾ തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടിക്കാർക്ക് യാതൊരു വിലയും ലഭിച്ചില്ല എന്ന ആക്ഷേപം CPM-ന്റെ സംഘടനാ രീതികളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പത്തനംതിട്ടയിൽ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർന്നത്. പാർട്ടി കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഗോവിന്ദൻ സ്വന്തം ഭാര്യയ്ക്ക് അധികാരം ഉറപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന വിമർശനം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റാൻ സാധ്യതയുണ്ട്. കുടുംബ താൽപര്യങ്ങൾ പാർട്ടി താൽപര്യത്തിന് മുകളിൽ വെച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഗോവിന്ദൻ ഇപ്പോൾ നേരിടുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൂടി പിണറായി ഏറ്റെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്ന വികാരം ശക്തമാണ്. പിണറായി വിജയൻ ഈ തീരുമാനം സ്വയം പുനർപരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സ്ഥാനം റദ്ദാക്കണമെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ആവശ്യം. തോൽവിയുടെ ഭാരം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പിണറായിയെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പത്തനംതിട്ടയിലെ ഒരു വിഭാഗം നേതാക്കൾ. ആറന്മുളയിൽ പരാജയപ്പെട്ട മുൻമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ പടയൊരുക്കം പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും ജനങ്ങളുമായുള്ള ബന്ധം സർക്കാരിന് നഷ്ടപ്പെട്ടുവെന്നും യോഗം വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ജനങ്ങളോട് പറയാൻ സർക്കാരിന് നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നേതാക്കൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. VD സതീശൻ കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രിയായി അവതരിക്കുമ്പോൾ 10 വർഷം ഭരിച്ച മുൻ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് പത്തനംതിട്ടയിലെ നേതാക്കൾ കണക്കുകൂട്ടുന്നു. യുവാക്കൾക്കും പുതിയ മുഖങ്ങൾക്കും അവസരം നൽകാതെ പിണറായിയിൽ തന്നെ പാർട്ടി തളച്ചിടപ്പെടുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്ന ആശങ്ക പാർട്ടിയെ വേട്ടയാടുന്നുണ്ട്. CPM-ലെ പിണറായിസം ഇനി ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ധാരണ പത്തനംതിട്ടയിലെ ഈ മിന്നൽ പ്രഹരത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റന്റെ അപ്രമാദിത്വത്തിന് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ വീണുകഴിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നുയർന്ന ഈ പ്രതിഷേധ സ്വരം സംസ്ഥാന നേതൃത്വത്തിന് ഇനി അവഗണിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവായി പിണറായി തുടരുന്നത് പാർട്ടിയുടെ നാശത്തിന് വഴിവെക്കുമെന്ന മുന്നറിയിപ്പാണ് അണികൾ നൽകുന്നത്.